പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എൻ്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരും നീതാ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ത നാഥ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരും നീതാ. ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ സ്വർഗം സഹായിച്ചല്ലോ. ഗാനങ്ങൾ പാടിയ കർത്താവിൻ്റെ അഭിഷേകത്തിനായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പിന്നെയും ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ആമേൻ. പുതിയ ഒരു മാസത്തിൻ്റെ പ്രാരംഭ ദിവസത്തിലേക്ക് കടന്നു വരുവാൻ സർവശക്തൻ സഹായിച്ചല്ലോ. ഇന്നത്തെ ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ്. ആമേൻ. ദൂതുകൾ കൊണ്ട് നിറയപ്പെട്ട ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. നമുക്കറിയാം, ക്രിസ്തേശുവിലുള്ള വിശ്വാസം മൂലം പീഡകളിൽ കൂടി സഭ കടന്നു പോകുമ്പോൾ യോഹന്നാൻ ആമേൻ എഴുതിയതാണ് വെളിപ്പാട്. എഴുത്തുകാരൻ്റെ പ്രധാന ഉദ്ദേശം വിശ്വാസവും പ്രത്യാശയും സഭയ്ക്ക് ആമേൻ നൽകിക്കൊടുക്കുമ്പോൾ തന്നെ ആമേൻ ആ പ്രത്യേക സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഒരു ഉദ്ദേശം കൂടെ തനിക്കുണ്ട്. കഷ്ടതയുടെയും നടുവിൽ വിശ്വാസം മുറുകെ പിടിക്കാൻ ആമേൻ പ്രബോധിപ്പിക്കുവാനുമാണ് ഈ പുസ്തകത്തെ വിവിധ നിലകളിൽ വ്യാഖ്യാനിച്ച് ആമേൻ പ്രധാന ആശ്രയം വ്യക്തമാക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവം സാത്താനെ ആമേൻ സ്തോത്രം ഉൾപ്പെട്ടിട്ടുള്ള സകല ശത്രുക്കളെയും പരാജയപ്പെടുത്തുകയും ആമേൻ എന്നാൽ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് അവസാന വിജയത്തിൽ ആമേൻ അനുഗ്രഹവും പുതിയ ആകാശവും പുതിയ ഭൂമിയും അവകാശമായും കൊടുക്കുന്ന ഒരു തലമാണ് ഈ വെളിപ്പാട് പുസ്തകം. എന്നാൽ 1-ാമത്തെ വാക്യം മുതൽ ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, 4-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ മുഖവരയായി നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ 4-ാമത്തെ വാക്യം മുതൽ ആമേൻ തുടർന്ന് 7-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ യോഹന്നാൻ്റെ ദർശന വിവരത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ 7-ാമത്തെ വാക്യം മുതൽ
തീർത്തുള്ള ആമേൻ 20-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് നമ്മൾ കാണുന്നു. ആമേൻ. ഈ പുസ്തകത്തെ 3 തട്ടായി തിരിക്കുമ്പോൾ തന്നെ ഒന്ന്, ആമേൻ, ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവരും, ആമേൻ, സ്തോത്രം, അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും, ആമേൻ, ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവ്, ആമേൻ, ഏറ്റവും അടുത്തിരിക്കുന്നു. സ്തോത്രം. ആമേൻ. യോഹന്നാൻ ആർസിയിലെ 7 സഭകൾക്ക് എഴുതുന്നതാണ്, ആമേൻ, സ്തോത്രം, ഈ ആമേൻ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ദൈവകുഞ്ഞെ, ഈ പ്രഭാതത്തിൽ, ഈ മാസത്തിൻ്റെ പ്രാരംഭ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി നമ്മോട് പറയുകയാണ്, ഇത് വായിക്കുന്നവർ മാത്രമല്ല, ഇത് പ്രമാണിക്കുന്നവരും, പ്രൈസ് ദി ലോർഡ്, ആമേൻ, അവരും എന്താണ്, അനുഗ്രഹം പ്രാപിക്കുമെന്നാണ്. അപ്പോൾ തന്നെ ഇത് പ്രമാണിക്കുന്ന ഓരോ വ്യക്തികളോടും പരിശുദ്ധാത്മാവ് അതിൻ്റെതായ നിലയിൽ ശക്തമായി സംസാരിക്കുമ്പോൾ, ആമേൻ, യോഹന്നാൻ ഒരു കാര്യം പറയാനുണ്ട്. സ്തോത്രം. ഞാനിവിടെ കിടക്കുന്ന സ്ഥലം, ആമേൻ, സ്തോത്രം, പത്മോസ് എന്ന ദ്വീപാണ്. ഈ ദ്വീപിനകത്ത് കിടന്നുകൊണ്ട് യോഹന്നാൻ വളരെ ശക്തമായി, സ്തോത്രം, ആമേൻ, ദൈവത്തിനു വേണ്ടി, ആമേൻ, സ്തോത്രം, വിശ്വാസത്തിൻ്റെ ഒരു ശകലം പോലും കുറയ്ക്കാതെ ദൈവത്തിനായി, ആമേൻ, അടുത്തൊരു വെളിപ്പാട് പുസ്തകം എഴുതുവാൻ സർവശക്തനായ ദൈവം തനിക്ക്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഒരു ബലം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ബലവും നിയോഗവും തൻ്റെ മേൽ ദൈവം പകർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഒരു വലിയ ദൈവത്തിൻ്റെ ശബ്ദമാണ് നമ്മളിതാ ഇത് രാവിലെ കേട്ടത്. സ്തോത്രം. ഇതാണ് ഈ പുസ്തകം എന്നറിയാമോ? പ്രവചനത്തിൻ്റെ വാക്കുകളാണ്. അപ്പോൾ ഈ മാസത്തിൻ്റെ പ്രാരംഭ ദിവസം ദൈവം നമുക്ക് പ്രവചന ശബ്ദത്തിലേക്ക് നമ്മെ കൊണ്ടുവരികയാണ്. ആമേൻ, സ്തോത്രം. വളരെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 22-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ തന്നെ, ആമേൻ, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. കണ്ടോ? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സകലതും പ്രമാണിക്കുന്ന വ്യക്തി ആരാ? ഭാഗ്യവാൻ. ഈ ഭൂമിയിൽ നല്ല വിലപിടിപ്പുള്ള വീടുണ്ടെങ്കിലും, ആമേൻ, സ്തോത്രം, വിലപിടിപ്പുള്ള കാറുണ്ടെങ്കിലും, ആമേൻ, അത്രയും സൗകര്യങ്ങളുള്ള ചുറ്റുപാടൊക്കെ ഉണ്ടെങ്കിലും, ആമേൻ, വചനം പ്രമാണിച്ചില്ലെങ്കിൽ ഒന്നുമില്ല. സ്തോത്രം. വചനത്തിനകത്ത് ഒരു വ്യക്തി നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നീയാണ് ഭാഗ്യവാൻ. സ്തോത്രം. ആമേൻ. ദൈവത്തിന് നിന്നോടാ സംസാരിക്കാനുള്ളത്. സ്തോത്രം. ഒരു ദൂതോടെ ഇന്ന് പകൽക്കാലം പറയാം. പൗലോസ് പറഞ്ഞു, ഞാൻ വലുതും സബലവുമായ ഒരു വാതിൽ നിന്റെ മുമ്പിൽ ഈ 1-ാം തീയതി തുറന്നു വയ്ക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എതിരാളികൾ പലരുണ്ട്. സ്തോത്രം. ഉറപ്പാണ്, ഒരു വാതിൽ നിനക്കും എനിക്കും വേണ്ടി സർവശക്തനായ ദൈവം തുറക്കപ്പെടുമ്പോൾ അതിനകത്ത് എതിരാളികളുടെ വലിയ ഒരു കുതിച്ചുകയറ്റമുണ്ടാകും. അതുവരെ ഇല്ലാത്ത എതിരാളികൾ നിനക്കും എനിക്കും വിരോധമായി കുതികാലുയർത്തുമ്പോൾ അതിൻ്റെ മധ്യത്തിലും ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. സ്തോത്രം. ഇനി ശകലം പോലും താമസമില്ല. പലരും പറയുന്നു, കർത്താവ് എന്താ വരുമെന്ന് പറയുന്നല്ലോ. എത്രയോ വർഷം കൊണ്ട് കേൾക്കുന്നു, കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു എന്ന്. ആമേൻ. എന്നാൽ ഇന്നും ദൈവം പറയുന്നു, കർത്താവ് വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം, ഇത് പ്രവചനമാണ്. ദൈവം ഇതല്ലേ, നിന്നോടും എന്നോടുമുള്ള സർവശക്തിയുള്ള ദൈവത്തിൻ്റെ പ്രവചനമാണ് ഇന്ന് ഈ പകൽക്കാലം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഇതൊരു മനുഷ്യനും തുടച്ചു മാറ്റാൻ കഴിയാത്ത, ഒരു മനുഷ്യനും എടുത്തു മാറ്റാൻ കഴിയാത്ത ഒരു ആലോചനയാ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. സർവശക്തിയുള്ള സർവകൃപാലുവായ ദൈവത്തിൻ്റെ അദൃശ്യമായ കരത്തിലേക്ക് ഇന്ന് പകൽക്കാലം ആരെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുമോ, ആരെല്ലാം സമർപ്പിച്ചു കൊടുക്കുമോ, അവരുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ അരുമരക്ഷകനായ ദൈവം ഈ പ്രഭാതത്തിൽ പറയുന്നു, നിന്റെ സകല ആവശ്യങ്ങളെയും അറിഞ്ഞ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു വരുമ്പോൾ 22-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം പറയുന്നു, അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കുകയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. ആമേൻ. അപ്പോൾ ഇന്ന് പകലിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ,
പല രാജ്യത്തും പല പട്ടണങ്ങളിലും ജില്ലകളിലും യാത്രകളിലൊക്കെ ഇരുന്നു കൊണ്ട് ഈ ശബ്ദം ഇന്ന് പകൽക്കാലം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലതും മുദ്രയിട്ടതിനെ പൊട്ടിക്കാൻ കർത്താവിന് പകൽക്കാലം കഴിയും. ഈ ഒന്നാമത്തെ ദിവസം, ആമേൻ, നവംബർ മാസം 1, ഇത് നിന്റെ ദിവസമാണ്. നിന്റെ പ്രവചനങ്ങളെ മുദ്രയിട്ടതിനെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ് ഇന്ന് പകൽ. സ്തോത്രം. ഇതുവരെ നീ കാണാത്തൊരു വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുവാൻ പോകുകയാ. ആമേൻ. അത് സർവശക്തിയുള്ള ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട്, ആമേൻ, അതിൽ കൂടെ ദൈവത്തിൻ്റെ പ്രസൻസ് നിന്നിൽ കൂടെ വെളിപ്പെടുത്തുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. ദൈവ പൈതലേ, അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിന് നിന്നോട് സംസാരിപ്പാനുണ്ട്. ആ കർത്താവിൻ്റെ വലിയ മഹത്വത്തിലേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ആമേൻ. കർത്താവിന് ഇന്ന് പകൽക്കാലം നിന്നോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ. അടുത്ത 11-ാമത്തെ വാക്യം പറയുന്നു, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കാളുന്നവൻ ഇനിയും അഴുക്കാളട്ടെ. സ്തോത്രം. നീതിമാൻ ഇനിയും നീതീകരിക്കട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഓരോരുത്തരും അവനവൻ്റെ പ്രതിഫലം, ആമേൻ, പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ആമേൻ. ആമേൻ. ആർക്കും ഒന്നുപോലും ശത്രു എടുത്ത് മാറ്റാൻ കഴിയാതെ എല്ലാത്തിൻ്റെയും പ്രതിഫലം കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം സുരക്ഷിതമാണ്. അങ്ങനെയെങ്കിൽ ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ആ പ്രവൃത്തിയുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്നോട് ദൈവത്തിന് ഒരു പ്രത്യേക ഇഷ്ടം ഇന്ന് പകൽക്കാലം ഉണ്ട്. ആ കർത്താവിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അതായത് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഇത് വായിച്ചാൽ മാത്രം പോരാ, ഇത് പ്രമാണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും ഇത് വായിക്കാറുണ്ട്. ചിലർ പറയാറുണ്ട്, ഞാൻ ഈ ബൈബിളൊക്കെ ഫുൾ വായിച്ച് 5, 6, 8, 10 പ്രാവശ്യം വായിച്ചു. പക്ഷെ അതിനകത്തുനിന്ന് ഒരു വാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ അറിയാത്ത, ആമേൻ, അത് എന്താണ് എന്ന് പറഞ്ഞു തരാൻ കഴിയാതിരിക്കുന്ന അവസ്ഥകൾ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇന്ന് പകൽക്കാലം സ്വർഗത്തിൽ ദൈവം പറയുന്നു, ഇത് വായിച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? ഇത് പ്രമാണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇത്ര പ്രാവശ്യം ഈ പുസ്തകം വായിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇന്നലകളിൽ ഇത് വായിച്ചു, പക്ഷേ പ്രമാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പുതിയ മാസത്തിൻ്റെ, ഈ വർഷത്തിൻ്റെ അവസാന മണിക്കൂറിലേക്ക് കടന്നു വരികയാണ്. ഇനി വലിയ ദൂരമില്ല ഈ വർഷം കഴിയാൻ. പ്രിയപ്പെട്ടവരെ, പ്രമാണിക്കേണ്ട ഭാഗം പ്രമാണിക്കുവാൻ, ആമേൻ, അനുസരിക്കേണ്ട ഭാഗം അനുസരിപ്പാൻ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇന്ന് പകൽക്കാലവും നമ്മുടെ കൂടാരങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം. സർവശക്തനെ അങ്ങയുടെ പൊന്നുകരത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം, കർത്താവിൻ്റെ കൃപയിൽ പൊതിയണം. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ വലിയ കൃപ ഇന്ന് പകൽക്കാലവും ഞങ്ങളുടെ മധ്യേ സ്വർഗം അയക്കുന്നതിനായി സ്തോത്രം. കൃപയിൽ പൊതിയണം. അങ്ങ് അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശു കർത്താവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.